ജിമ്മി ഡൊമിനിക്. പ്രധാന വാർത്തകൾ. തൃശൂർ പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. വിജയോത്സവം നടത്തി. മാലിന്യമുക്ത കേരളത്തിനായുള്ള പ്രതിജ്ഞ. എൻഡോമെന്റ് വിതരണം നടത്തി. വിദ്യാലയത്തിൽ കൗതുകമായി സെൽഫി കോർണർ. നോട്ട് ബുക്കുകളും സോപ്പും വിതരണം ചെയ്ത് NSS വിദ്യാർത്ഥികൾ. തൃശൂർ പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. സർവശ്രേഷ്ഠാവാം ജഗദീശ പ്രണാമം. 100 വർഷം ചരിത്ര പാരമ്പര്യമുള്ള വിദ്യാലയത്തിന്റെ പ്രവേശനോത്സവം അഡ്വക്കേറ്റ് കുക്കു ദേവിയുടെ അധ്യക്ഷതയിൽ ഡിവിഷൻ കൗൺസിലർ സുരേഷ് എ.കെ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു ഉത്സവം തന്നെയാണ്. ഇന്ന് 3 പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന് നമ്മുടെ വിജയോത്സവം. പ്രിൻസിപ്പൽ ശ്രീമതി ടീച്ചർ പ്രവേശനോത്സവത്തിനെത്തിയ എല്ലാവരെയും സ്വാഗതം ചെയ്തു. പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട വാർഡ് കൗൺസിലർ ശ്രീ A.K. സുരേഷ്, വിജയോത്സവം ഉദ്ഘാടനം ചെയ്യാനും അതുപോലെ ചുറ്റുമതിൽ സമർപ്പണം ചെയ്യാനും ഇവിടെ എത്തിച്ചേരാമെന്ന് അറിയിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട തൃശൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജയപ്രകാശ് പൂവത്തിങ്കൽ അവർ നാളേക്ക് അവർ ജീവിക്കേണ്ട ആളുകളാണ്. അവർ അവരായി തന്നെ അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഉതകുന്ന രീതിയിൽ ജീവിക്കാൻ തക്കവണ്ണം ഈ കലാലയത്തിൽ നിന്ന് അവർ നല്ലത് സാംശീകരിച്ച് അവർ പുറത്തേക്ക് വരണം. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന ഒരു ഉത്സവമാണത്. SSK ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്കൂൾ ചുറ്റുമതിലിന്റെ സമർപ്പണം ജയപ്രകാശ് പോത്തിങ്കൽ ഇതോടൊപ്പം നിർവഹിക്കുകയുണ്ടായി. അത് മാറി കുട്ടികൾ നിങ്ങളുടെ കൂട്ടുകാരെയും അധ്യാപികമാരെയും മറ്റും കാണുവാനും അവരോട് സംസാരിക്കുവാനും അതിനോടൊപ്പം തന്നെ പഠിക്കുവാനുമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ള വിവരം നിങ്ങൾ എവരും മനസ്സിലാക്കുക. ഈ പ്രോഗ്രാം വിദ്യാർത്ഥികൾക്ക് പൂർണ്ണാവസരമാണ്. സ്കൂളിന്റെ 100ാം വാർഷിക ആഘോഷ ചടങ്ങിലാണ് ഈ സ്കൂളിന്റെ പഠിക്കുന്നതെന്ന പ്രത്യേകത കൂടി ഇന്നത്തെ വിദ്യാർത്ഥികൾക്കുണ്ട്. വിജയോത്സവം നടത്തി. ിലും 10ാം ക്ലാസ്സിലും മികച്ച വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്ന വിജയോത്സവം നല്ല രീതിയിൽ സംഘടിപ്പിച്ചു. മാർച്ച് മാസം നടന്ന 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർ അവരുടെ ലിസ്റ്റാണ് വായിക്കുന്നത്. പാഠ്യേതര മേഖലകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കായുള്ള അനുമോദനവും ഇതോടൊപ്പം നടന്നു. മാലിന്യമുക്ത കേരളത്തിനായുള്ള പ്രതിജ്ഞ.
മാലിന്യമുക്ത കേരളത്തിനായുള്ള പ്രതിജ്ഞ പ്രധാന അധ്യാപിക അജിതകുമാരി ടീച്ചർ ചൊല്ലിക്കൊടുത്തു. കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും അതേറ്റു ചൊല്ലി. മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായാണ് നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നത്. മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. എൻഡോമെന്റ് വിതരണം നടത്തി. പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ അധ്യാപകർ മികച്ച വിജയം കൈവരിച്ച കുട്ടികൾക്ക് എൻഡോമെന്റ് ഏർപ്പെടുത്തിയിരുന്നു. പ്രതിനിധിയായി എത്തിയ സെലീന ടീച്ചർ മികച്ച കായിക പ്രതിഭയ്ക്കുള്ള പുരസ്കാരം വിതരണം ചെയ്തു. സ്പോർട്സിന് സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടിയ 2 കുട്ടികൾക്ക് 1000 രൂപ വീതം കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത വർഷവും നിങ്ങൾ നല്ല രീതിയിൽ സമ്മാനങ്ങൾ വാങ്ങാം. 10ാം ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് വാങ്ങാൻ ഞാൻ വീണ്ടും തരുന്നു. ഇപ്പോൾ 2 പേർക്ക് വിദ്യാലയത്തിൽ കൗതുകമായി സെൽഫി കോർണർ. പ്രവേശനോത്സവത്തിനെത്തിയ വിദ്യാർത്ഥികൾ അധ്യാപകർ തയ്യാറാക്കിയ സെൽഫി കോർണറിൽ ചിത്രമെടുത്താണ് രക്ഷിതാക്കൾക്കൊപ്പം മടങ്ങിയത്. നോട്ട് ബുക്കുകളും സോപ്പും വിതരണം ചെയ്ത് NSS വിദ്യാർത്ഥികൾ. NSSന്റെ ലീഡർമാരെയും മറ്റു വളണ്ടിയർമാരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരും ആ നോട്ട് ബുക്ക് കയ്യിലേക്ക് കൊടുത്തത് ഒരു ഫോട്ടോ കൊടുക്കണം. എല്ലാവരും കൊടുത്തോ, നമുക്ക് ഒരുമിച്ച് ഫോട്ടോ കൊടുക്കണം. അടുത്ത ആൾ നോക്കിയോ പോവാൻ നോക്കിയിട്ടല്ലോ. നോട്ട്ബുക്കിന്റെ പുറകിൽ ലഹരി വിരുദ്ധ സന്ദേശം ഉൾപ്പെടെ ലഹരിയുടെ ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ നോട്ട്ബുക്കിന്റെ പുറകിലുണ്ട്. നമ്മുടെ കുട്ടികളുടെ അടുത്തേക്ക് വരും. എല്ലാവരും അത് വാങ്ങാനായിട്ട് തയ്യാറാവണം. നമ്മൾ 2 ഫ്രാഗ്രൻസുള്ള സോപ്പുകളാണ് വിതരണം ചെയ്യുന്നത്. പിയേഴ്സിന്റെ ഫ്രാഗ്രൻസ്, ചന്ദ്രികയുടെ ഫ്രാഗ്രൻസ് ഉള്ള സോപ്പ് നമ്മൾ കയ്യിൽ കാണിച്ചോളൂ. നിങ്ങളുടെ അടുത്തേക്ക് എത്തും. 20 രൂപയാണ് സോപ്പിന്റെ വില. തുടർന്നുള്ള ദിവസങ്ങളിൽ വാങ്ങാൻ തയ്യാറാവണം. SMC ചെയർമാൻ ശ്രീ സുരേഷ് പി, PTA പ്രസിഡന്റ് ശ്രീ ബാലൻ പി, ശതാബ്ദി റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ ശ്രീ പ്രകാശൻ MK, സ്റ്റാഫ് സെക്രട്ടറി ദിൽഷ PH എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്വാഗതം പറഞ്ഞത് ശ്രീമതി രജി ടീച്ചർ പ്രിൻസിപ്പൽ. പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കൗൺസിലർ സുരേഷ്, എല്ലാ അധ്യാപകരും രക്ഷിതാക്കൾക്കും സർവോപരി ഇപ്പോൾ അടിസ്ഥാനപരമായി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് ബാലാവസ്ഥകളുണ്ട്. അതൊക്കെ സ്കൂൾ തുറന്ന് അതിന്റെ മുറക്കെല്ലാം ക്രമപ്പെടുത്തി ശരിപ്പെടുത്തി വരികയാണ്. അതിന് നമുക്ക് കോർപ്പറേഷൻ മാനേജറുടെ നമ്മുടെ കൗൺസിലർമാർക്ക് ഒരുപാട് സപ്പോർട്ട് നമുക്ക് ഈ വർഷം കിട്ടിയിട്ടുണ്ട്. തുടർന്നും അങ്ങനെ ഉണ്ടാവും. അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയേണ്ടത് ഞങ്ങൾക്ക് നിങ്ങളുടെ മികച്ച വിജയത്തിലൂടെയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ടത് നമ്മുടെ മൂന്ന് സ്കൂളിന് കിട്ടുന്ന പേര് നിങ്ങളിലൂടെയാണ്. നല്ലതായി ഈ വർഷം ഇവിടെ നിന്ന് SLC ബാച്ചിലും +2ലും ഏറ്റവും നല്ല വിജയ ശതമാനം നേടിപ്പോയ എല്ലാ മക്കൾക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നിങ്ങളുടെ വിജയം ഈ വർഷത്തോടെയോ അടുത്ത വർഷത്തോടെയോ നിന്നു പോകേണ്ടതല്ല. ഇനിയുള്ള കാലങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഉയർന്ന ഉന്നത വിജയം നേടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. HM ശ്രീമതി അജിതകുമാരി ടീച്ചർ യോഗത്തിന് നന്ദി അർപ്പിച്ചു. പുതിയ അധ്യയന വർഷം
പ്രവേശനോത്സവത്തോടുകൂടി ആരംഭിച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ വിജയോത്സവം ഉദ്ഘാടനവും ചുറ്റുമതിൽ സമർപ്പണവും ഉണ്ടായി. ഈ വർഷവും ഏവർക്കും പഠിച്ചും കളിച്ചും ചിരിച്ചും നമുക്ക് മുന്നേറാം. ഞാൻ കഴിഞ്ഞ വേളയിൽ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ വിജയോത്സവം ഉദ്ഘാടനവും ചുറ്റുമതിൽ സമർപ്പണവും ചെയ്തത് ബഹുമാനീയനായ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തൃശ്ശൂർ കോർപ്പറേഷൻ ശ്രീ ജയപ്രകാശ് പൂവിട്ടിന് അവர்களാണ്. അദ്ദേഹത്തിന് നമ്മുടെ സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. ദേശീയ ഗാനത്തോടെ 2025 പ്രവേശനോത്സവ പരിപാടി അവസാനിച്ചു. എല്ലാ വിദ്യാർത്ഥികൾക്കും മധുരപലഹാരവും പായസത്തോടു കൂടിയ ഒരു ചെറിയ സദ്യയും ഉണ്ടായിരുന്നു. ൂണുകളും വർണ്ണക്കിരീടവുമായി കുഞ്ഞു പൂമ്പാറ്റകളെ പോലെ പ്രീ പ്രൈമറിയിലെയും 1ാം ക്ലാസ്സിലെയും മക്കൾ സ്കൂളിലാകെ പാറി നടന്നു. സ്നേഹവായ്പോടെ പുഞ്ചിരിയോടെ കുഞ്ഞുമക്കളെ അധ്യാപകർ സ്വാഗതം ചെയ്തു. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.